ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 2026 മുതൽ DADRൽ എത്ര ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടാകും? ഏപ്രിൽ മാസത്തെ AICPN ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസം മുതൽ ലഭിക്കേണ്ട DADRൽ ഉണ്ടാകേണ്ട വർധനവ് എത്രയെന്ന് ഉറപ്പായിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് ലേബർ ബ്യൂറോ 29 മെയ് 2026 പബ്ലിഷ് ചെയ്ത ഏപ്രിൽ 2026 കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധം നടക്കുന്നതിനാൽ ലോക രാജ്യങ്ങളിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും ഇന്ധനവിലയിൽ വന്ന വർധനവിൻ്റെ അടിസ്ഥാനത്തിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. വരും മാസങ്ങളിലും ഈ വില വർധനവ് കൂടുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏപ്രിൽ 2026 AICPN ഡാറ്റയിലും ഈ വിലക്കയറ്റം ദൃശ്യമാണ്. ഏപ്രിൽ മാസത്തെ AICPN ഡാറ്റയിൽ 0.8 പോയിൻറ്റ്സിൻ്റെ വർധനവോടുകൂടി 149.9 പോയിൻറ്റ്സ് ആയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തെ പണപ്പെരുപ്പ നിരക്ക് 2.94% ആയിരുന്നത് ഏപ്രിൽ 2026 4.46% വർദ്ധിച്ചിരിക്കുന്നു. വരും മാസങ്ങളിൽ വീണ്ടും വർധനവിനാണ് സാധ്യതകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DADRൽ ഏപ്രിൽ മാസം എത്ര വർധനവ് ഉണ്ടായെന്നും അതോടൊപ്പം ജൂലൈ മാസം മുതൽ DADRൽ എത്ര വർധനവ് ഉണ്ടാകുമെന്നും നമുക്ക് പരിശോധിക്കാം. മാർച്ച് 2026 AICPN ഡാറ്റ 149.1 ആയിരുന്നു. ആയതിനാൽ മാർച്ച് മാസത്തെ DADR 61.93% ആയിരുന്നത് ഏപ്രിൽ 2026 62.52% ആയിരിക്കുന്നു. ഇനി വരാനുള്ള AICPN ഡാറ്റ മെയ് ജൂൺ മാസങ്ങളിലേതാണ്. വരുന്ന 2 മാസങ്ങളിലെ AICPN ഡാറ്റയിൽ കുറവുണ്ടായാൽ പോലും DADR 63% ആകുമെന്ന് ഉറപ്പാണ്. എന്നാൽ മെയ് ജൂൺ മാസങ്ങളിൽ AICPN ഡാറ്റയിൽ 2% വീതം വർധനവ് ഉണ്ടായാൽ മാത്രമേ DADR 64% ആവുകയുള്ളൂ. അതിനുള്ള സാധ്യതയും കാണുന്നില്ല. ആയതിനാൽ ജൂലൈ 2026 മുതൽ DADRൽ 3% വർധനവ് ഉണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.